ഈ വേദിയിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഭാഗമായി പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ ഏവരുടെയും ഹൃദയവികാരമായിട്ടുള്ള കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്താൽ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുമായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഖമായി മാറിയ ഇന്നത്തെ രാജ്യസഭ MP ആരാധനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ, ഈ വേദിയിൽ നമ്മളോടൊപ്പമുള്ള ഈ നിയോജക മണ്ഡലത്തിൻ്റെ ചുമതല നോക്കാൻ കർണാടകയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മഹേഷ് ജി, പാലക്കാടിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വഴങ്ങും എന്ന് നമ്മുടെ ഇടയിൽ ഓരോ ബൂത്ത് തലത്തിലും നടന്ന് പ്രവർത്തിച്ച് ഞാൻ പാലക്കാടിനെ ഉയർത്തും എന്ന് തീരുമാനിച്ച് എനിക്ക് മുൻപേ ഈ പാലക്കാടിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖൻ മഹാരാഷ്ട്രയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പാലക്കാടിൻ്റെ മണ്ണിനെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുൻപ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന ശ്രീ ഉദയഭാസ്കർജി, ഈ ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ പ്രശാന്ത് ശിവൻ, ആരാധനായിട്ടുള്ള ഏത് അസംബ്ലി മണ്ഡലത്തിൽ ഏത് കൗൺസിലർ സീറ്റിൽ മത്സരിച്ചാലും അവിടെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾ സീറ്റ് കൊടുത്തോളൂ. 2 പേർ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ശ്രീമാൻ ശിവരാജേട്ടനാണ്, മറ്റൊന്ന് ശ്രീമതി പ്രമീള ശശിധരനാണ്. കഴിഞ്ഞ 25 വർഷവും 30 വർഷത്തിലധികമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കരുത്തു തെളിയിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 25 വർഷത്തിലധികമായി മുനിസിപ്പൽ കൗൺസിലറായിരുന്ന നമ്മുടെ ആരാധനായിട്ടുള്ള ശിവരാജേട്ടൻ, അതുപോലെ തന്നെ ശ്രീമതി പ്രമീള ശശിധരൻ, യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ, അദ്ദേഹത്തിന് ഒരു കാരണവശാലും വിജയിപ്പിക്കില്ല എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും തീരുമാനിച്ചപ്പോൾ പൊന്നാപുരം കോട്ട പൊളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ കാഹളം മുഴക്കിയ ശ്രീമാൻ സ്മിതേഷ്, BDJSന്റെ 2016 കാലഘട്ടം മുതൽ എനിക്കൊരു ജ്യേഷ്ഠനെ പോലെ എന്നോടൊപ്പം ചേർന്ന് നിന്ന് BDJSന്റെ കാര്യകർത്താവായിട്ടുള്ള ആരാധനായിട്ടുള്ള ഗംഗാധരേട്ടൻ, അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഏത് മുനിസിപ്പാലിറ്റിയിലും വിജയിക്കുകയും അവിടെ നടന്നു പോകുന്ന സമയത്ത് സുലൈമാനെ അല്ലെങ്കിൽ അപ്പുറത്ത് ചാക്കോച്ച അല്ലെങ്കിൽ രാമൻകുട്ടി എന്ന് പേരെടുത്ത് വിളിച്ച് മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ, എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മതേതര കാഴ്ചപ്പാടില്ല എന്നുള്ളതല്ല, വിളിക്കുകയാണ്. ആമിനത്താത്ത അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് ഇവിടെ നിന്ന് സംസാരിച്ചാൽ അപ്പുറത്ത് കോട്ട മൈതാനിയിൽ കേൾക്കുന്ന രീതിയിൽ അമ്മമാരെ വിളിച്ച് തന്റെ കൂട്ടത്തിൽ നടത്തിയ ശ്രീമാൻ നടേശൻ, അതുപോലെ തന്നെ ഇന്ന് ജില്ലയുടെ ചെറിയ പണിയല്ല ട്രഷറായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ ട്രഷറായിരുന്നു കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീമാൻ ജയചന്ദ്രൻ, അതുപോലെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ദേവി ആ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും കഠിന പ്രയത്നവും സഹിച്ചുകൊണ്ട് ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിച്ച് ഇന്ന് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിട്ടിരിക്കുന്ന ദേവി ചേച്ചി, ഞാൻ താമരക്കുളത്ത് പാലക്കാട് താമരക്കുളത്ത് ബാലഗോകുലത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവളും അന്ന് പാവാടക്കാരിയായിരുന്നു, എന്നേക്കാൾ എത്രയോ താഴെയായിരുന്നു. എന്റെ കൊച്ചനുജത്തിയാണ്, ജില്ലയുടെ ലീഡറാണ് സുമതി, വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിയോജക മണ്ഡലത്തിന്റെ അമരക്കാരൻ, പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ അമരക്കാരൻ, നമുക്കറിയാം. ഇന്നലെ ബ്രഹ്മകുമാരീസിന്റെ കേന്ദ്രത്തിൽ കടന്നു ചെന്നപ്പോ അവിടുത്തെ അമ്മമാർ പറയുകയാണ്, സന്യാസിനികളായിട്ടുള്ള അമ്മമാർ പറയുകയാണ്, ഞങ്ങൾക്ക് വേറെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ പ്രതിനിധിയാണ് നിയോജകമണ്ഡലത്തിലെ അധ്യക്ഷൻ ശ്രീമാൻ ശശി എന്ന് അവർ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശ്രീമാൻ ശശി, അതുപോലെ തന്നെ മാത്തൂരിലും പിരായിരിയിലും കണ്ണാടിയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ
ഞങ്ങൾക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത കേന്ദ്രങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഒരു സഹോദരിയെ പോലെ കൈപിടിച്ച് ആ ഗ്രാമങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസുകാരുടെയും ഗ്രാമങ്ങളിലും വീടുകളിലും ഭക്ഷണം വാങ്ങിത്തരാൻ കെൽപ്പുള്ള ശ്രീമാൻ വിജീഷ് ഈ വേദിയെ അലങ്കരിക്കുകയാണ്. ഏറ്റവും അവസാനം ആദ്യം പറയേണ്ട ഒരു പേര് ഞാൻ പറയുകയാണ്. റോക്കറ്റ് എങ്ങനെ വിക്ഷേപിക്കണം എന്ന് ടെക്നോളജിയിൽ സാധിക്കുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞൻ, ISROയുടെ ഡയറക്ടറായി ചുമതല നോക്കിക്കൊണ്ട് ഇന്ന് പാലക്കാടിന് എങ്ങനെയാണ് ടെക്നോളജി പ്രാവർത്തികമാക്കേണ്ടത്, കുട്ടികൾക്ക് നിങ്ങൾക്ക് ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കാൻ ഒരു സ്പേസ് സെന്റർ വേണോ, ഞാനത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ശ്യാം മോഹൻ സാർ, എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഇന്നാണ് BJPയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കാറും ബസ്സും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായത്. ഒന്നുമില്ലാത്ത ഒരു ശോഭാ സുരേന്ദ്രനെ കൈപിടിച്ച് ഈ തെരുവീതിയിൽ സ്വന്തം പൈസ ഏറെ തവണ തന്ന് എന്നെ സഹായിച്ചുകൊണ്ട് എന്റെ മെന്ററായി എന്നോടൊപ്പം കഴിഞ്ഞ 10 വർഷമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനായിട്ടുള്ള ശ്രീമാൻ ഹരി മേനോൻജി ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ ശാന്തകുമാരി ചേച്ചിയുണ്ട്. കവിത എന്ന് പറയുന്ന മഹിളാ മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷ ഈ വേദിയിലുണ്ട്. വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കർമ്മധീരരായിട്ടുള്ള പ്രവർത്തകന്മാർ ഇവിടെയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ നിയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശോഭ ചേച്ചിക്ക് കരുതലായി, കാവലായി ശോഭ ചേച്ചിയോടൊപ്പം പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞ് ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ചേർത്തലക്കാരൻ ശ്രീമാൻ അഭിലാഷ്, അതുപോലെ തന്നെ ചേർത്തലയിലെ മറ്റൊരു അരൂരിലെ യുവ നേതാവ് ശ്രീമാൻ അഭിജിത്ത്, അതുപോലെ തന്നെ ചേട്ടൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോവുകയാണെങ്കിൽ 2 കുട്ടികളെ അയൽ വീടുകളിൽ വെച്ച് ഞാൻ ശോഭ ചേച്ചിയോടൊപ്പം പോവുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമാൻ അഭിലാഷിന്റെ ഭാര്യ ശ്രീമതി ലയ, അതുപോലെ തന്നെ നമ്മുടെ മിഥുൻ പാണാവള്ളി. അങ്ങനെ എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പേര് എനിക്ക് പറയാനുണ്ട്. ചില ആളുകൾ കൈപ്പൊക്കി കാണിച്ചാൽ ഞാൻ അവരുടെ എല്ലാം പേര് പറയാം. അതിനുപരിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ മിടുക്കനായിട്ടുള്ള ഒരാൾ വേദിക്കകത്തിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ശ്രീമാൻ ശരത്താണ്. അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിനെ എങ്ങനെ ചലിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. പട്ടാമ്പിക്കാരൻ, എത്രയോ വർഷമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീമാൻ മുരളിയുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഓരോ വ്യക്തികളെയും ഹൃദയം തൊട്ടുകൊണ്ടാണ് നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടിനെ കുറിച്ച് എനിക്കറിയാം, നിങ്ങളുടെ കഠിനമായിട്ടുള്ള യാതനകൾ എനിക്കറിയാം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാം. ഇത് ശോഭയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല, ഇത് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വിജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു, എത്രയോ വർഷം ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീയെ അവതരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാരി തൂ നാരായണി എന്നാണ് പറഞ്ഞത്. അതായത് എത്ര നാര്യസ്തു പൂജ്യം ദേ രമന്തേ തത്ര ദേവത എന്നാണ്. എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, അവിടെ ദേവതമാർ കളിയാടുമെന്നുള്ള ആ പോയിന്റിനെ എന്റെയും നിങ്ങളുടെയും മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പെട്ടി പൊളിക്കാതെ വിജയിച്ച ഒരു BJPയുടെ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്റെ നേതാവ്, ഈ ലോകം ആരാധിക്കുന്ന നേതാവ്, ആ ശ്രീമാൻ നരേന്ദ്രമോദി ശോഭയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസിയിൽ നിന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് പാലക്കാടുമായി ബന്ധമുണ്ട്. ആ വാരണാസിയിൽ ഇരിക്കുന്ന അതേ കാശി വിശ്വനാഥൻ ഈ പാലക്കാടില് കൽപ്പാത്തിയിലുമുണ്ട് എന്ന് അദ്ദേഹം സൂചന നടത്തി. അവിടെ ഞാൻ കുമ്പിടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കൽപ്പാത്തിയിലെ കാശി വിശ്വനാഥനെ തൊഴുതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വാരണാസിയും പാലക്കാടും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ? ഇത് നമുക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക്, കാര്യകർത്താക്കന്മാർക്ക് സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകരോടും അപേക്ഷിക്കുന്നത്, ഞാൻ ജോലി ചെയ്യാതെ എവിടെ നിന്നെങ്കിലും നൂലിൽ കെട്ടി താഴെ ഇറങ്ങി വന്ന്
ചപ്രമഞ്ച കട്ടിലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കണം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 13 വയസ്സിൽ ഇന്നലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആരാധനായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻ പ്രാന്ത പ്രചാരകൻ ശ്രീമാൻ എ ഗോപാലകൃഷ്ണൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. നിങ്ങൾക്കറിയുമോ, ആയിരക്കണക്കിന് വരുന്ന ആളുകളെ മാത്തൂരിന്റെ മണ്ണിൽ ഇരുത്തിക്കൊണ്ട് എന്റെ ഹൃദയമായിട്ടുള്ള എന്റെ സഹോദരനായിട്ടുള്ള ശ്രീമാൻ ചിറ്റൂർ രാജു ഒരു വലിയ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകരായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വന്ന ജില്ലയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള ദീപയുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാബു ഉണ്ടായിരുന്നു. പിരായിരിയിലെ നിയോജക മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി അരുൺ ഉണ്ടായിരുന്നു. പിരായിരിയിലും ആളുകൾ 1000-ഓളം വരുന്ന ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ സുദേവൻ ചേട്ടന്റെ ഫോൺ കോൾ വന്നു. ഇവിടെ സുദേവൻ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, മന്ത്രി കാത്തു നിൽക്കുകയാണ്, സുരേഷ് ഗോപി സാർ ഉടൻ ഈ പരിപാടിയിലേക്ക് എത്തണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എടുത്ത തീരുമാനം എന്താണെന്നോ, ക്യാബിനറ്റ് മിനിസ്റ്ററോ ക്യാബിനറ്റ് സഹമന്ത്രിയോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുൻകാല പ്രാന്ത പ്രചാരകനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരാളല്ല സംഘടനാ ദൃഷ്ടിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹം നമുക്ക് വലിയേട്ടനാണ്. ഞാൻ ഒന്ന് കാലി പിടിച്ചാൽ, ഞാനൊന്ന് കൈ പിടിച്ച് കരഞ്ഞാൽ അറിയുന്ന മനസ്സുള്ള ഒരാളാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന് പകരം ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ 13 വയസ്സിൽ ബാലഗോകുലത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ, ഇന്നും ഞാൻ അച്ഛന്റെ സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ കാൽപാദങ്ങളിൽ നമസ്കരിക്കാനാണ് ഞാൻ ആ പരിപാടി സ്ഥലത്തേക്ക് പോയത്. 1 മണിക്കൂർ സമയം എനിക്ക് വൈകി, പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്. ആ വേദിയിൽ എന്നെ കുറിച്ച് ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് ശ്രീമാൻ നരേന്ദ്രമോദിജി നൽകിയ സർട്ടിഫിക്കറ്റിനേക്കാൾ അപ്പുറമാണ് എനിക്ക് എന്റെ ഗോപാലകൃഷ്ണൻ നൽകിയ ആ മൈക്കിലൂടെ നൽകിയ സർട്ടിഫിക്കറ്റ്. 60ഓളം വരുന്ന നമ്മുടെ വലിയ വലിയ ആളുകൾ ആ വേദി അലങ്കരിച്ചുകൊണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളോട് ജോലി ചെയ്യാൻ പറയൂ. ശോഭാ സുരേന്ദ്രൻ ഒരു സമരത്തിന് പോയാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വലിയൊരു സമരഭൂമിയിൽ പോയ സമയത്ത് അവിടെ ഇത് കേരളം മുഴുവൻ കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തകരെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമേ രാഷ്ട്രീയം ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്കടുത്ത് മണലൂർ നിയോജക മണ്ഡലത്തില് സുധീഷ് എന്ന് പറയുന്ന ഒരു കാര്യകർത്താവുണ്ട്. ആ സുധീഷ് എന്ന് പറയുന്ന കാര്യകർത്താവിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ വി മുരളീധരനാണ്. ഞങ്ങൾ പ്രവർത്തന രംഗത്ത് കർമ്മനിരതമായിട്ട് ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. സുധീഷിനെ അതിനിഷ്ഠൂരമായി പോലീസുകാർ ലാത്തി ചാർജ് നടത്തി. പോലീസിന്റെ ഉന്നതനായിട്ടുള്ള SP എന്നോട് പറഞ്ഞു, ശോഭ സമരഭൂമിയിൽ ഇറങ്ങിയാൽ ശോഭയ്ക്ക് ജീവിതം ബാക്കിയുണ്ടാവില്ല എന്ന് സൂചനയും നൽകി. പക്ഷെ പ്രിയപ്പെട്ടവരെ, സുധീഷിന്റെ തലയടിച്ച് പൊട്ടിച്ച പോലീസിനെ അന്ന് ചെരുപ്പൂരും എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാർക്കിടയിലേക്ക് കടന്നു ചെന്ന് എന്നെ ഈ തലപൊട്ടി ശസ്ത്രക്രിയ നടത്തി 2 ആഴ്ചക്കാലം അബോധാവസ്ഥയിൽ കിടന്ന നിങ്ങളുടെ സഹോദരിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണ് എന്നോടൊപ്പം സമരഭൂമിയിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ. ആ പ്രവർത്തകനെ നെഞ്ചോട് ചേർത്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ശോഭ ഈ കേരളത്തിന്റെ മുന്നിൽ പിറകിലല്ല നിൽക്കുക, മുൻപിൽ നിൽക്കും. സമരത്തിന് പോയാൽ മുൻപിൽ, രാത്രി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയാൽ മുൻപിൽ, അങ്ങനെ മുന്നിൽ നിൽക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത്. എനിക്ക് എല്ലാവരുടെയും സ്നേഹവും ഹൃദയവും നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിൽ കഴിഞ്ഞ 70 വർഷക്കാലമായി ഒരു പൂർണ്ണ മനുഷ്യായുസ് നഷ്ടപ്പെടുത്തുന്നത് പോലെ ഈ കേരളത്തിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ UDF-ഉം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിറകിലും കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് കണ്ടത്, അതായത് ബംഗാളിന്റെ ഗവർണറുടെ സെക്രട്ടറി സ്ഥാനം
അതിപ്പോഴും നിലനിൽക്കെ പുതിയ ഗവർണറെ സ്വീകരിക്കാൻ ബംഗാളിൽ നിൽക്കാതെ ശ്രീമാൻ സുരേഷ് വൈദ്യൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ലേ എന്ന് ചോദിച്ച സമയത്ത് പാലക്കാട് ജയിച്ചിട്ട് മതി ജോലി, അല്ലെങ്കിൽ MLA-യുടെ ക്ലർക്കായി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സിമി നായർ എവിടെയാണെന്ന് അറിയില്ല, മഹാരാഷ്ട്രയിലെ പുലിക്കുട്ടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന ആളാണ് സിമി നായർ. ഇവിടെ എവിടെയോ ഉണ്ട്. മറ്റൊരാൾ ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഹിന്ദി പറയാൻ സാധിക്കുന്ന, കന്നഡ പറയാൻ സാധിക്കുന്ന, തമിഴ് പറയാൻ സാധിക്കുന്ന, 6 ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ചാന്ദ് ഗോപാൽ അവിടെ പിറകിലിരിക്കുന്നുണ്ട്. വാരണാസിയിൽ ശ്രീമാൻ നരേന്ദ്രമോദിജിയോടൊപ്പം പ്രവർത്തിച്ച മിസ്റ്റർ ജേക്കബും ജേക്കബിന്റെ സഹധർമ്മിണി ശ്രീമതി അന്നയും ആ പുറകിലിരിക്കുന്നുണ്ട്. ഞാൻ അവരെ വിട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നത് 70 വർഷക്കാലം ഈ കേരളത്തിന്റെ പരിപൂർണമായിട്ടുള്ള ആയുസ് നഷ്ടപ്പെടുത്തിയ LDF-ഉം UDF-ഉം അവരുടെ ആ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വികസനം എന്ന് പറയുന്ന പോയിന്റാണ്. ആ വികസനത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ തൊഴിൽ മേഖലയാവട്ടെ, വ്യവസായ മേഖലയാവട്ടെ, കാർഷിക മേഖലയാവട്ടെ, ആരോഗ്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എണ്ണി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാ മേഖലകളും പിന്തള്ളപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. ആ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജോലിക്ക് വേണ്ടി കാവലിരിക്കുന്ന, കഷ്ടപ്പെട്ട് പഠിച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും PSC പരീക്ഷയിലൂടെ ജോലി കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിലനിൽക്കുകയാണ്. എന്നാൽ 10,000-കണക്കിന് വരുന്ന പോലീസുകാർ ജോലിയിൽ കയറിയിട്ടുണ്ട്. എവിടെ നിന്നാണ് റിക്രൂട്ട്മെന്റ്? 10,000-കണക്കിന് വരുന്ന DYFI-യുടെ ചെറുപ്പക്കാർ ആ ജോലിയിൽ കയറിയപ്പോ ഇൻകുലാം സിന്ദാബാദ് വിളിച്ച, AK ഗോപാലിനെ സ്നേഹിച്ച, കൃഷ്ണപിള്ളയെ സ്നേഹിച്ച, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ സ്നേഹിച്ച പാവപ്പെട്ട കോറിന്റെയോ കാളിയുടെയോ ഒരു DYFI-കാരന് പോലും കേരളത്തിൽ ജോലി കിട്ടിയില്ല. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്ത DYFI-കാർ പോലീസുകാരായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്തയച്ചു. PSC നോക്കുകുത്തിയായി നിന്നു. അഴിമതിക്കാർക്ക് ചാമരം പൂശി AKG സെന്ററിൽ നിന്ന് വിളിച്ചു പറയുന്നവരെ എല്ലാം ജോലിക്കാരാക്കി കുത്തി തിരികിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ള ആ ഏറ്റവും വലിയ നെറികെട്ട PSC കമ്മീഷനിൽ ഇരിക്കുന്നവര് 5 ലക്ഷം രൂപ സാലറി കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി ഈ പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 10 വർഷക്കാലം കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റാണ്. ആ യുവാക്കളെ 10 വർഷക്കാലം വഞ്ചിച്ചപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ എണീറ്റ് നിന്നുകൊണ്ട് ഇത് തെറ്റാണ് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാൻ നാട്ടല്ലുള്ള ഒരൊറ്റ കോൺഗ്രസുകാരനെയും കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എനിക്കോ നിങ്ങൾക്കോ കാണാൻ സാധിച്ചില്ല എന്നുള്ള ഗതികേടാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പ്രതിപക്ഷവും അതുപോലെ തന്നെ എല്ലാവർക്കും ജയിൽ പുള്ളികൾക്ക് വരെ ശമ്പളം വർദ്ധിപ്പിച്ചു. കാരണം ജയിൽ പുള്ളികളിൽ ബഹുഭൂരിപക്ഷം വരുന്നതും പിണറായി വിജയന്റെ കൂട്ടുകാരാണ്. കൊടിസുനിയും മർമാണിയും കിർമാണിയും ഉൾപ്പെടെയുള്ള ആ ജയിൽ പുള്ളികൾ അവർക്ക് ആവശ്യത്തിന് തടവ് ചാടാം, അവർക്ക് ആവശ്യത്തിന് പുറത്തിറങ്ങാം, അവർക്ക് ആവശ്യത്തിന് BJP-യുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ കൊല ചെയ്യാം. എന്റെ സഹപ്രവർത്തകൻ ശ്രീമാൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ പിഞ്ചു കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്ക് ചോരത്തുള്ളികൾ തെറിച്ചു വീണുകൊണ്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തിയത് ജയകൃഷ്ണൻ മാസ്റ്റർ ഒരു തെറ്റും ചെയ്തിട്ടല്ല, കുങ്കുമഹരിത പതാക പിടിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ആ പാനൂരിൽ മൊകേരിയിൽ തീട്ടൂരം പ്രഖ്യാപിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ വൈതാളികന്മാരുടെ മുന്നിൽ അവിടെ പോയി നെഞ്ചും വിരിച്ചു നിന്ന് പ്രസംഗിച്ച് തിരിച്ചു വരാൻ ശോഭയ്ക്ക് അന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവം ഗോവിന്ദൻ മാഷോടാണെങ്കിലും കാര്യങ്ങൾ പറയാൻ, അവതരിപ്പിക്കാൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകണമെന്നാണ് നിങ്ങളുടെ ശോഭ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും വരെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം അത് കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയിൽ പുള്ളികളുടെ ശമ്പളം വർദ്ധിച്ചപ്പോ ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടിയില്ല, ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർത്തില്ല. ജൽനിധി പദ്ധതിക്ക് വേണ്ടി 40% വരുന്ന ആളുകൾക്ക് പോലും
കൂലി കൊടുത്തിട്ടില്ല കോൺട്രാക്ടർമാർക്ക്. അവർ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ റോഡിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റിയാസിന്റെ മുന്നിൽ അങ്ങനെ യാചിച്ചു നിൽക്കുകയാണ്. അപ്പൊ റിയാസ് പറയുകയാണ്, നിങ്ങൾക്കറിയില്ലേ, വകുപ്പ് ആരുടെയാണെങ്കിലും രണ്ടുപേരെ കാണാൻ പോയാൽ മതി. അറിയാം, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ, കണ്ണൂരിലെ തമ്പുരാന്, പിന്നെയോ കുട്ടി രാജാവിനെ, റിയാസിനെ. ഈ രണ്ട് പേരാണ് കേരളത്തിലെ കാര്യങ്ങൾ അത്രയും തീരുമാനമെടുക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശാവർക്കർമാരെ കാണാത്ത, കാർഷിക മേഖലയെ വില കൽപ്പിക്കാത്ത, കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രം ഭരണകൂടം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഭാഗ്യവാനാണ് പിണറായി വിജയൻ. എന്താ കാരണം എന്നറിയുമോ? നമ്മുടെ ആദ്യത്തെ കൊലപാതകി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾക്കറിയുമോ? വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനെ ക്രൂരമായി നിഷ്ഠൂരമായി വെട്ടിക്കീറി കൊലപ്പെടുത്തിയപ്പോ അതിനുശേഷം വന്ന ഗവൺമെന്റുകൾ പിണറായി വിജയന് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്തായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ശ്രീമാൻ പിണറായി വിജയൻ മാറില്ലായിരുന്നു. ബർലിൻ കുഞ്ഞനന്ദൻ നായർ പുസ്തകം എഴുതി, അത് കഴിഞ്ഞ് മറ്റൊരു കുഞ്ഞനന്ദൻ ഇപ്പൊ പുസ്തകം എഴുതി. എന്നാൽ ഏത് കുഞ്ഞനന്ദൻ പുസ്തകം എഴുതിയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് ആകെ സങ്കടം എന്താണെന്നറിയുമോ? പാലക്കാടിലെ UDFന്റെ സ്ഥാനാർത്ഥിയെ അമ്മമാർ തടഞ്ഞു. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം. ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയോട്. ഞാൻ സാധാരണ വയസ്സായ ആളുകളെ മുഴുവൻ കാൽക്കൽ നമസ്കരിക്കുന്ന ഒരാളാണ്. എനിക്ക് 52 വയസ്സാണ്. 52 വയസ്സിന് മുകളിലുള്ളവരെ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്നേഹിക്കാനോ ആരാധിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ ബഹുമാനത്തോടു കൂടി പറയാനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ആ കൊലപാതകം നടത്തിയതിനു ശേഷം ആ അമ്മ തയ്യൽ പണി ചെയ്തുകൊണ്ട് തന്റെ മകനെ വളർത്തിയെടുത്തു. തന്റെ മകനെ തയ്യൽ പണി ചെയ്ത് കിട്ടിയ നാണയത്തുട്ടുകൾ കൊണ്ട് വളർത്തിയെടുത്ത് ആ മകൻ 21 വയസ്സുള്ളപ്പോൾ സഹോദരി പരിപൂർണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ മകനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ ഗുണ്ടകളെ കൊണ്ട് കൊല ചെയ്യിച്ച ഈ കേരളത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നിങ്ങളുടെ സഹോദരിക്ക് നോക്കിക്കാണാൻ സാധിക്കുക? സാധ്യമല്ല. അതിന്റെ പേരിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് ചാമരം വീശാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, ഞാൻ പറയട്ടെ, ഇവിടത്തെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ പാലക്കാട് താമരയിൽ വോട്ട് നൽകിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ നിയമസഭയിലേക്ക് അയക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? അവർക്കും നീതി വേണം. അവർ ആഗ്രഹിക്കുകയാണ് അവർക്കും നീതി കിട്ടണം. AK ഗോപാലിനെയും കൃഷ്ണപിള്ളയെയും അതുപോലെ തന്നെ EMSനെയും ഗൗരിയമ്മയെയും സ്നേഹിക്കുന്ന പാലക്കാടിലെ നല്ലവരായിട്ടുള്ള സഖാക്കൾ, ആ സഖാക്കളുടെ ഹൃദയ കമലം അതിത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, UDFന്റെ സ്ഥാനാർത്ഥിയെ എന്തിനാണ് തടഞ്ഞത്? ആരാ തടഞ്ഞത്? നാട്ടിലെ മുഴുവൻ അമ്മമാരുടെയും കുത്തകപ്പാട്ടം അത് BJP ഏറ്റെടുത്തിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവിടെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ബലാത്സംഗം എന്നാണ് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞതാണോ? രാഹുൽ മാങ്കൂട്ടത്തിലിന് തോന്നുന്നവരെയൊക്കെ ബലാത്സംഗം ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രക്ഷോഭ കൗൺസിലറുടെയും ആശാന് ആരെ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യാമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് UDFന്റെ സ്ഥാനാർത്ഥി മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ഒരു മടിയുമില്ലാതെ പ്രതികരിച്ചത് കൊണ്ട് അമ്മമാർ ചോദിച്ചു, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കൊലക്കേസിലെ പ്രതിയെ കൂട്ടിയിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. അവൻ പച്ചത്തെറിയിൽ BJPയുടെ കൗൺസിലറോട് തെറി വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ അവരൊന്ന് തിരിഞ്ഞു നിന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അത് തെറ്റാണോ മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങളുടെ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. 150ഓളം വരുന്ന ഞാൻ വീഡിയോ തരണം ശ്രീമാൻ പിണറായി വിജയന്. ആ വീഡിയോ ഇന്നും ഞങ്ങളുടെ എല്ലാം കൈകളിലുണ്ട്. 150ഓളം വരുന്ന ക്രിമിനലുകൾ കടാരയും കത്തിയുമായി ശോഭാ സുരേന്ദ്രനെ ആക്രമിക്കാൻ വന്നപ്പോ
അവിടെ പ്രിയപ്പെട്ടവരെ ദുർഗയാവാനും കാളിയാവാനും ലക്ഷ്മിയാവാനും ഒക്കെ സാധിക്കുന്ന കേരളത്തിലെ എൻ്റെ അമ്മമാർ എന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ കിട്ടിയ സ്ഥൈര്യം കൊണ്ട് ഞാൻ ആ സ്ഥലത്ത് പ്രതിരോധം നടത്തി, പ്രസംഗിച്ചു. കൊല്ലണമെങ്കിൽ കൊന്നോളൂ എന്ന് പറഞ്ഞു. ആ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ എവിടെ പോയി ശ്രീമാൻ പിണറായി വിജയൻ? നിങ്ങളുടെ സ്ത്രീകളോടുള്ള സ്നേഹം എവിടെ പോയി? സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹം എന്തിനേറെ പറയുന്നു? ആരാണ് ശൈലജ ടീച്ചർ? ശൈലജ ടീച്ചർ പിണറായി വിജയന്റെ പാർട്ടിക്കാരിയല്ലേ? മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ? പാലക്കാട് നിന്ന് വടകരയ്ക്ക് വണ്ടി കയറി പോയിട്ടുള്ള ശ്രീമാൻ ഷാഫി പറമ്പിൽ ആ ശൈലജ ടീച്ചർ എത്രയോ മോശക്കാരിയായി സൈബർ ആക്രമണം നടത്തിയപ്പോ സ്വന്തം കസേരയിൽ നിന്നും എണീറ്റ് നിന്ന് ശൈലജക്കെതിരെ ഷാഫി പറമ്പിൽ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പോലും പറയാനുള്ള ആർജവം കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി UDFന്റെ സ്ഥാനാർത്ഥിക്ക് ചാമരം വീശുന്നതിന്റെ സൂക്കേട് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പോയിന്റ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. UDFന്റെ സ്ഥാനാർത്ഥിയുടെ നാവ് നന്നായി ഉപയോഗിക്കുക, അമ്മമാരോട് മര്യാദയ്ക്ക് പെരുമാറുക. ഷാഫി പറമ്പലിലെ പെൺവാണിഭ കേന്ദ്രം അതെവിടെയാണ് എന്ന് പോലീസിനോട് അന്വേഷിക്കാൻ പറയണം. കാരണം ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പീഡിപ്പിക്കാൻ പരിശ്രമിച്ചാൽ ആ പീഡന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് ആ പെൺകുട്ടി കേരളത്തോട് വിളിച്ചു പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അച്ഛനും അമ്മയുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ നശിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. ആ പെൺകുട്ടി പറയുകയാണ് ആശാൻ ഷാഫി പറമ്പിലാണ്. പക്ഷെ പിണറായി വിജയൻ പറയുന്നത് എന്താണ്? പെൺവാണിഭ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുത്താലും വേണ്ടില്ല, സ്ത്രീകളെ ആക്രമിച്ചാലും വേണ്ടില്ല, സ്ത്രീകളെ അധിക്ഷേപിച്ചാലും വേണ്ടില്ല, ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. സമയം അതിക്രമിച്ചതുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പരിപാടി ഈ രീതിയിലാണെങ്കിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ മിസ്റ്റർ VD സതീശനോടും ശ്രീമാൻ പിണറായി വിജയനോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കാരുടെ ഒക്കെ പെട്ടി പൊളിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ 2ാം സ്ഥാനത്ത് നിർത്തിയതുപോലെ, അതിന്റെ മുൻപും 2ാം സ്ഥാനത്ത് നിർത്തിയതുപോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിങ്ങൾ പരസ്പരം സഹകരണ സഹായ മുന്നണിയായി പ്രവർത്തിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുമ്പോൾ ഒറ്റൊരുത്തനെ ഞങ്ങൾ നിയമസഭ കാണിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട്, ഞങ്ങൾക്കറിയാം അതിന്റെ പണികളൊക്കെ, ഞങ്ങൾക്കതറിയാം. പറവൂരിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, ധർമ്മടത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് നല്ല ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് MLA എന്നുള്ള രീതിയിലല്ല എന്റെ പ്രസംഗം. ഭാരതീയ ജനതാ പാർട്ടിയിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടുമാണ് എന്റെ ഇന്നത്തെ പ്രസംഗം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തീക്കളി വേണ്ട. നിങ്ങൾ തീക്കട്ട കൊണ്ടാണ് ചൊറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ അനധിവിദൂരമായ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും എന്ന് സൂചന നൽകാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പാലക്കാടിലെ സഹോദരീ സഹോദരന്മാര്, നിങ്ങൾക്ക് വികസനമല്ലേ വേണ്ടത്? 5 കോടി രൂപ ചെലവഴിക്കാനുള്ള ഒരു MLA ആയിട്ടല്ല കേരള നിയമസഭയിൽ ശോഭ പോകാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വികസനത്തിന്റെ പൂമഴ സൃഷ്ടിക്കാൻ പാലക്കാടിലെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർമാർ ഉൾപ്പെടെ അനുഗ്രഹിക്കാൻ സാധിക്കുന്ന, വീടില്ലാത്ത അമ്മമാരുടെ പരാതി കണ്ണാടിയിലും വിരായിലും മാത്തൂരിലും കിട്ടിയപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത്, ശോഭ അവരോട് പറയൂ 25 വീട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കെട്ടിത്തരും എന്ന് പറയാൻ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. ശോഭ വിജയിച്ചാൽ 25 വീട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കെട്ടിത്തരും. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തി എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി ഈ ചൂടിലും പാലക്കാട്ടേക്ക് വന്ന ആരാണെന്നറിയുമോ? ഗോവയിലെ മുഖ്യമന്ത്രിയുടെ ഭാര്യയായിട്ടുള്ള ശ്രീമതി സുലക്ഷണ സാവന്ത്. ഞാൻ പറഞ്ഞു, വെയിലാറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നിങ്ങൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ ഒന്ന് കാണാൻ വേണമെങ്കിൽ പോയിക്കോളൂ. അത് മറ്റാരുമല്ല,
കേരളത്തിലെ രാഷ്ട്രീയ ചാണകനായിട്ടുള്ള ശ്രീമാൻ കരുണാകരന്റെ മകൾ കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് തൃശൂരിൽ അങ്ങനെ പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ അവിടേക്കും പറഞ്ഞയച്ചു. ആ സുലക്ഷണ സാവന്ത് പറഞ്ഞു, ശോഭ ചേച്ചിക്ക് 25 വീട് ഗോവയുടെ മുഖ്യമന്ത്രി കെട്ടിത്തരും. അത് CSR ഫണ്ടാണോ, അത് സ്വന്തം കയ്യിലെ ഫണ്ടാണോ എന്ന് അവർ തീരുമാനമെടുക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി പറഞ്ഞത് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു MLA ആകാനുള്ള തെരഞ്ഞെടുപ്പല്ല, ഒരു ടീം കേരളത്തിൽ മുന്നോട്ട് പോകണം. ആ കേരള BJPയുടെ ടീമിനെ നയിക്കാൻ മോദിയാണ് ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനല്ല, സുരേന്ദ്രനല്ല, പത്മജയല്ല, ആരാണ് ഗ്യാരണ്ടി? മോദിയാണ് ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇന്ത്യയിലെ ലോകത്തിന്റെ ഉലക നായകനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടി നമുക്കുണ്ടെങ്കിൽ ഇനിയും 2 ജന്മം പോലും കൂടി പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും തയ്യാറെടുപ്പ് നടത്തുമെന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ മീറ്റിംഗിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ആ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന IAS ഓഫീസർമാർ, അതായത് 10 പൈസ ശമ്പളം കിട്ടാതെ 300-ലധികം പേർ. ഞാൻ ഹരി മേനോൻജിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം കാറിൽ എണ്ണയടിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ അവര് പറഞ്ഞെന്താണെന്ന് അറിയുമോ? അത്രയല്ലേ ഹരി മേനോൻജി ചെയ്യുന്നുള്ളൂ, 5 വീട് ഹരി മേനോൻജി കെട്ടിത്തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം തയ്യാർ. ISROയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 വീട് വേണം, തയ്യാർ. ഞാൻ ഹുബ്ലിയിലെ MLA മഹേഷിയോട് പറഞ്ഞിട്ടുണ്ട്, മഹേഷിയുടെ 50 ലക്ഷം പോക്കാണ്. മഹേഷിയാണ് 5 വീട് കെട്ടാൻ പോകുന്നത്. 10 ലക്ഷം രൂപ ചെലവിൽ മഹേഷി 5 വീട് കെട്ടിത്തരും. ഇന്ത്യയിൽ 16ഓളം വരുന്ന മുഖ്യമന്ത്രിമാരുടെ അരികിൽ ചെന്നിരുന്ന്, സർ, ഞാൻ ഇങ്ങനെ പാലക്കാട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പൈസ തരണമെന്ന് പറഞ്ഞാൽ ഈ 30 വർഷക്കാലം BJPക്ക് വേണ്ടി പ്രവർത്തിച്ച അവരുടെ അനുജത്തിക്ക് വേണ്ടിയിട്ട് അവർ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പോരാട്ടത്തിൽ, ഇത് ധർമ്മക്ഷേത്ര യുദ്ധമാണ്. ഈ പോരാട്ടത്തിൽ പല ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ മുനിസിപ്പൽ കൗൺസിലർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? വാശി പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും കാണണം പ്രധാനമന്ത്രിയെ കാണാനുള്ള പേരിൽ ഈ മുനിസിപ്പൽ കൗൺസിലർമാരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരി അത് നടത്തിത്തരും. ഞാൻ എങ്ങനെയാ നടത്തിയത്? ഏറ്റവും വലിയ ആളെ, പേര് പറയാൻ പറ്റില്ല, ഏറ്റവും വലിയ ആളെ നേരിട്ട് അദ്ദേഹത്തിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അത്യാപത്ത് ഘട്ടങ്ങളിൽ മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് വാട്സപ്പിലൂടെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു നമ്പർ കേരളത്തിൽ അപൂർവം ചില ആളുകളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വന്ന് ശോഭ ചേച്ചിയുടെ കയ്യിലാണ്. ഞാൻ എഴുതി. വിനോദ് താവളേക്ക് എന്നോട് ചോദിച്ചു, ശോഭ കുറച്ച് അധികമാവുന്നുണ്ട്, കാരണം പ്രോട്ടോകോൾ ലംഘനമാണിത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ ആ വലിയ മനുഷ്യനോട് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രോട്ടോകോൾ ലംഘനമാണെങ്കിലും എൻ്റെ സഹോദരിമാരാണ് അതിൽ കൂടുതൽ, അവരെ എന്തായാലും ഒന്ന് കാണണം, ഒന്ന് തൊടണം. ഒപ്പം നമുക്ക് നമ്മുടെ ജില്ലയിൽ വിമലാദേവിയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ബലിദാനിയായിട്ടുള്ള സഞ്ജിത്തിന്റെ കുടുംബത്തിലെ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ശ്രീനിവാസൻജി, ബലിദാനിയായിട്ടുള്ള ശ്രീനിവാസൻജിയുടെ കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളും ഇരിക്കും എന്ന് ഞാൻ വാക്ക് തന്നു. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എൻ്റെ സഹോദരിമാർക്ക് ബോധ്യപ്പെട്ടു. ചില ആളുകളൊക്കെ പറഞ്ഞു ശോഭ ചേച്ചി പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. വിശ്വാസമുണ്ടായില്ല. വേണമെങ്കിൽ ശോഭേച്ചിക്ക് എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വന്ന 15 പേരുടെ പേരെഴുതി കൊടുക്കാമായിരുന്നു. പക്ഷേ പ്രസ്ഥാനത്തിന്റെ പ്രോട്ടോകോൾ ലംഘിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങൾ സ്നേഹിക്കുന്ന ശോഭേച്ചി എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. നമുക്ക് നിയമസഭയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ദിവസവും രാവിലെ നേരം പുലരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ശോഭേച്ചി ജയിക്കണേ, ഞങ്ങളുടെ ശോഭേച്ചി ജയിക്കണേ, ഞങ്ങളുടെ ശോഭേച്ചി ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ബൂത്ത് തലത്തിൽ കാര്യകർത്താക്കന്മാർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥന പ്ലസ് പ്രവൃത്തി രണ്ടും കൂടി ചേരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഞാൻ അവിടെ തിരുവനന്തപുരത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ എൻ്റെ അമ്മമാരുടെ കണ്ണുകളിൽ ഈറനണിയും എന്ന് എനിക്കുറപ്പുണ്ട്. അതിനെ കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവിടെ കണ്ടതിനും സ്വീകരിച്ചതിനും സ്നേഹിച്ചതിനും എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.
5 വീട് ഉദയഭാസ്കർക്ക് കെട്ടിക്കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു പൊതുസ്ഥലത്ത് നമ്മളൊരു ടിക്കറ്റ് വയ്ക്കും, ഒരു ബോക്സ് ഇടും. ആ ബോക്സിൽ പാലക്കാടിലെ പാവപ്പെട്ടവർക്കുള്ള വീടുകൾ അങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും, വീടുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.